Assalamualaikum, it's me Nihala Nasi Kisi Home Cook. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് നിക്കാഹാണ്. അപ്പോൾ ഇതാ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് എന്താ പറയുക, പന്തലൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല ലൈറ്റും മാത്രമല്ല അവൾക്ക് നിക്കാഹിൻ്റെ സമയത്ത് ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിപ്പോൾ എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ തോന്നും. അപ്പം എന്താ പറയുക, കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ മനസ്സിലാവും. അതൊക്കെ കാണാട്ടോ. അപ്പോൾ ഇതാണ് അവൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, മുന്നിൽ ഇന്നിടും. അവളെത്താത്ത തന്നെയാണ് അവൾക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. നല്ല അടിപൊളിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് റൂം വരുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ലൈറ്റിങ്ങും നല്ല അടിപൊളി കളർ കോമ്പിനേഷനും എന്താ പറയുക ആ ഒരു സ്പേസിനനുസരിച്ച് നന്നാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പ്രോപ്സും കാര്യങ്ങളൊക്കെ യൂസ് ആക്കിയിട്ട് നല്ല അടിപൊളിയാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ കാളൂർ റോഡ് വാങ്ങിയതാണ് തോന്നുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. മാത്രമല്ല ഈ റൂമിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ചെറിയ ടേബിൾ തന്നെ കേട്ടോ. നല്ല രസമുണ്ട്. അവർക്ക് രണ്ടാക്കും ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം നല്ലതുപോലെയുള്ള പ്രോപ്സും കാര്യങ്ങളൊക്കെ യൂസ് ആക്കിയിട്ടുണ്ട്. പിന്നെ 4 പൊളി അലമാര അങ്ങനെ കുറച്ച് അടിപൊളിയാക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റൂമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റാണ്. നല്ല ഭംഗിയിൽ കാണാൻ. പിന്നെ എല്ലാവരും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ കാണുമ്പം ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് വിശേഷങ്ങൾ, അതുവരെ പറയാത്ത വിശേഷങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. പിന്നെ അവളുപ്പത നിക്കായിലേക്കുള്ള ഇസ്തിരിയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കായി നമ്മൾ ചോറൊക്കെ അടിക്കുന്നുണ്ട്. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക, പള്ളിയിൽ വെച്ചിട്ടാണല്ലോ നിക്കാഹ്. അപ്പം അവിടേക്ക് അവർക്ക് ആണുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സമൂസ, കട്ട്ലേറ്റ്, ചട്ടിപ്പത്തിരി അതൊക്കെ മുറിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ചുള്ളത് നമുക്ക് പെണ്ണുങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചായക്ക് കഴിക്കാനുള്ളത് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ പിയാപ്പിളിൻ്റെ അവിടെ നിന്ന് വരുന്നവർക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതാണ് അവൾ നിക്കാഹിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് അവളുടെ ഉമ്മ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക, ടൈലറിങ് ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ അവളെത്താത്തി അത്യാവശ്യം നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്യും. പാൻറ്റൊക്കെ കണ്ടോ അവളെത്താത്തി ചെയ്തതാണ്. പിന്നെ ഏകദേശം എന്താ പറയുക, നിക്കാഹിന് പോകാനുള്ള ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മളെ നിക്കാഹിൻ്റെ അവിടേക്കുള്ള പള്ളിയിലുള്ളതൊന്നും എനിക്ക് ക്ലിക്സൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല നമുക്ക് എടുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ രാത്രിയത്തെ നമ്മളെ ഒരു ഏകദേശമൊക്കെ സമയമായപ്പോൾ അവർ വരാനുള്ളൊരു സമയമൊക്കെ ആയപ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ക്യാമറമാൻ വന്ന് അവളൊരു എന്താ പറയുക, അവളൊരു ഔട്ട്ഫിറ്റ് ലുക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും നമ്മൾ മഹറിട്ടാനൊക്കെ വരും. മഹറിട്ടുമ്പോൾ എന്താ പറയുക, അവിടെ നിന്നൊരു എനിക്ക് തോന്നുന്നു 25-30 ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ചായക്കുള്ള കടികളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ചട്ടിപ്പത്തിരി ഉണ്ട്, ഇറച്ചി കേക്ക്, പിന്നെ കട്ട്ലേറ്റ്, ഇറച്ചിപ്പത്തിരി, ഉന്നക്കായ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം, ചായ, അങ്ങനെയുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പുറത്തായിരിക്കും അല്ലേ. പിന്നെ പെട്ടെന്നൊരു പടകം പൊട്ടുന്നൊരു ശബ്ദം കേട്ട് ഞങ്ങൾ വിചാരിച്ചു മേലേന്ന് എന്തൊക്കെയോ ഇടിന്ന് വീണതൊക്കെ കാണുന്നത്. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ പിയാപ്പിള വന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ലുക്കിലൊക്കെ ആൾ കയറി വരുന്നുണ്ട്. ഒരു ചടപ്പും കൂടാതെ നേരെ കയറി ആ സോഫയിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ ആശാന്. അതേതായാലും നന്നായി. പിന്നെന്താ, ഫുൾ ക്രൗഡാണ്, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. അത്യാവശ്യം നല്ല ആൾക്കാർ നമ്മളെ കൊലായിലുണ്ട്. പക്ഷെ ആ ഒരു സിറ്റ് ഔട്ടിൽ ആ ഒരു തിരക്ക് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവരെ കൂടെ ഒരു 10 പെണ്ണുങ്ങളും വന്നിട്ടുണ്ട് തോന്നുന്നു. അവൻ്റെ പെങ്ങള്, മുത്തച്ചികൾ അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സുകളും ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഏട്ടന്മാരും ഒക്കെ ഉണ്ട് തോന്നുന്നത്, എനിക്കറിയത്തില്ല. അങ്ങനെ റിലേറ്റീവ്സ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഇനി അവളെ എൻട്രിയാണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഇതിനാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവനെ കൈ പിടിച്ച് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്ന ആ ഒരു സീനും കാര്യങ്ങളൊക്കെ അതൊരു നല്ല എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാമെന്ന് പറയുമ്പം അതൊരു പ്രത്യേക ഒരു രസം തന്നെയാണല്ലോ. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇനി എന്താ പറയുക, ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇതിൻ്റെ ഇടയിൽ ക്യാമറമാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാമറമാൻ തൗക്കീർ എൻ്റെ ഫ്രണ്ടാണ്. മോൻ്റെ ബർത്ത്ഡേൻ്റെ ക്ലിക്സൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പം അവനാണ് ഈ ഒരു ഇതൊക്കെ നമ്മൾ ഏത് ഫാമിലി, നമ്മുടെ റിലേറ്റീവ്സിൽ ഇൻ്റർവ്യൂ ആർക്ക് മാരേജ് ഫംഗ്ഷൻ എന്തുണ്ടെങ്കിലും അവനെ തന്നെ കേട്ടോ ക്യാമറമാനാക്കി വിളിക്കുക. തൗക്കീർ എന്നാണ് പേര്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അടിപൊളി ക്യാമറാമാനാണ്. എന്താ പറയുക, അവനക്ക് തന്നെ ഒരുപാട് ഐഡിയാസ് ഉണ്ട് കേട്ടോ. അപ്പം
അവനതിനൊക്കെ എന്താ പറയുക ഇട്ടുതരും. മാത്രമല്ല നമ്മൾ കൊലായിയൊക്കെ നിറഞ്ഞ് എന്താ പറയുക ചരടിൻ്റെ മേലെ ആൾക്കാരുണ്ട്. ആ ഒരു എന്താ പറയുക ഇനിയുള്ള ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് തന്നെയാണ്. അപ്പോൾ മാഷാ അല്ലാഹ് മഹർ കെട്ടാൻ പോവാ കേട്ടോ. ആ ഒരു മഹർ കെട്ടുന്ന ആ ഒരു സീനൊക്കെ കാണുമ്പോൾ എന്താ പറയുക നമുക്ക് കാണുന്നവർക്ക് തന്നെ നല്ല ഹരാണ്. വലിയ രീതിയിലൊന്നും അവർ അലമ്പ് കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു സ്പ്രേ ഇട്ട് ആ ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് ആ ഒരു പോപ്പും പൊട്ടിച്ച് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങോട്ട് അലമ്പാക്കി കൊളാക്കിയിട്ടൊന്നുമില്ല. നല്ല ഡീസൻ്റ് പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ ഇതാ പിന്നെ സ്റ്റേജിൽ കയറിയിട്ട് നമ്മളത് ഹുദൻ്റെ ഉപ്പാണ് കേട്ടോ, പ്രസ്മാമിൻ്റെ പിയാപ്പിള ഒരു വാച്ച് അവനക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നിക്കാഹ് ഡേൻ്റെ അന്ന്. പിന്നെ അതൊക്കെ അവരെ കൂടെ വന്ന ആൾക്കാർ കേട്ടോ, ആണുങ്ങൾ. പിന്നെ ഇതാ നമ്മളെ വീട്ടിൽ പ്രായമായവർക്ക് വേണ്ടിയിട്ട് അവനുള്ളിലോട്ട് വന്ന് അവരെ കൂടെയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മഹർ വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള മഹർ മാഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതാ എല്ലാവർക്കും അവൾ മഹറൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാൻ എൻ്റെ മോൻക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഇച്ചാപ്പ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി അടുത്ത വിശേഷങ്ങളായി നാളെ കാണാവേ. ബൈ.